ദേ മഞ്ചാടി 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 എന്താ കഥ. ഓരോ മഞ്ചാടിക്കുരുവിനും ഭഗവാന്റെ ഓരോ സാമീപ്യവും സ്പർശനം ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു അനുഭവം പ്രത്യേകമായിട്ടുള്ളതാണ്. എല്ലാവരും മഞ്ചാടി പെറുക്കിക്കൊണ്ട് നടക്കുകയാണ് ഇപ്പം. എവിടെ കണ്ടാലും എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പം ഭക്തരായിട്ടുള്ള എല്ലാവരുടെയും കാര്യമല്ലേ. ഒന്ന് കേൾക്കാം. ശ്രീകാന്ത് സാർ, ഞാൻ ബിന്ദുവാണ്. എറണാകുളം ജില്ലയിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ കുറേ അനുഭവങ്ങളിട്ട് തന്നിട്ടുണ്ട് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പൻ. സ്വപ്ന ദർശനം തന്നതിന് ശേഷം ഞാൻ 3 പ്രാവശ്യം ഗുരുവായൂരിൽ ദർശനം നടത്തിയിട്ടോ. കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോൾ എൻ്റെ വീട്ടിലുള്ള മഞ്ചാടി രത്നങ്ങൾ, ആഹാ, മഞ്ചാടിക്കുരുവിനെ മഞ്ചാടി രത്നങ്ങൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഗുരുവായൂരപ്പൻ്റെ ചെമ്പിൽ സമർപ്പിച്ചു. ചുറ്റമ്പലത്തിലിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രദക്ഷിണ വഴിയിൽ ഒരു മഞ്ചാടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് എടുക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. എനിക്കത് കിട്ടിയാൽ ഞാൻ എന്തായാലും എടുക്കുമെന്ന് വിചാരിച്ചതും ആരോ അത് എൻ്റെ അടുക്കലേക്ക് തെറിപ്പിച്ചു തന്നുട്ടോ. ഞാനത് എടുത്ത് കയ്യിൽ വെച്ചു. എൻ്റെ പൂജാമുറിയിൽ 50 രൂപയ്ക്ക് വാങ്ങിയ കുഞ്ഞു കൃഷ്ണവിഗ്രഹം മഞ്ചാടി ബൗളിൽ ഇരിക്കുന്നത് ഞാൻ ഉണ്ട് കേട്ടോ. ആ മഞ്ചാടി രത്നം അവിടെ സമർപ്പിച്ചു. ഒരു പ്രാവശ്യം ഗുരുവായൂർക്ക് പോകാൻ ആഗ്രഹിച്ച് എനിക്ക് 3 പ്രാവശ്യം പോകുവാൻ ഭാഗ്യമുണ്ടായി. ത്രിമധുരം ഗ്രൂപ്പിലെ അനുഭവങ്ങൾ ഞാൻ എല്ലാ ദിവസവും കേൾക്കൂട്ടോ. ഗുരുവായൂരിലെത്താൻ മനസ്സ് വെമ്പൽ കൊള്ളുന്നു. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. അതാണ് മഞ്ചാടി 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 എന്ന് പറയാൻ കാരണം അതാണ്. മഞ്ചാടിക്കുരുവിൽ ഭഗവാന്റെ അംശം കണ്ടുകൊണ്ടാണ് നമ്മുടെ ഭക്തരൊക്കെ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതൊരു നല്ല കാര്യമാണല്ലേ. ആ ഒരു ചെറിയ ആ ചുവന്ന മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഒക്കെ എന്ത് ഭംഗി എന്ന് പറയേണ്ടത്. പ്രകൃതിയുടെ ഭഗവാന്റെ ഒരു സൃഷ്ടിയല്ലേ. എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. എത്ര നല്ല അനുഭവമാണ് ഭഗവാനെ വരുന്നത്. എല്ലാവരിലേക്ക് എത്തിക്കുക. അനുഭവങ്ങൾ തന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്നെ ചാറ്റിൽ വന്ന് ഓർമ്മിപ്പിക്കുക. പിന്നെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ വരുന്ന ആളുകളുടേതാണെങ്കിൽ എനിക്ക് വേഗം വേഗം പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്പർ സേവ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവരെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.